ആദ്യമായി ഈ പരിശുദ്ധ അൾത്താരയിൽ വന്ന് മാതാവിനീശോയെ സാക്ഷ്യപ്പെടുത്താൻ കിട്ടിയ അനുഗ്രഹത്തിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സുബി സജി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായി എൻ്റെ മകൻ്റെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ തീവ്രത അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ്. അനു എന്ന് പറഞ്ഞ ഒരു മെൻറ്റർ എന്നെ കൂട്ടിക്കൊണ്ട് വരികയാണ് ഉണ്ടായത്. ഇവൻ്റെ രോഗാവസ്ഥകളൊക്കെ ഇവൻ തന്നെ പറഞ്ഞു തരും. ഞാൻ അവൻ്റെ അടുത്ത് കൊടുക്കും. എൻ്റെ പേര് എഡ്വിൻ. ഞാനിപ്പോൾ +1 പഠിക്കുന്നു. ഞാൻ ജനിച്ച് 3 മാസമായപ്പോൾ തൊട്ട് എനിക്കൊരു സ്കിന്നിൻ്റെ അലർജി ഉണ്ടായിരുന്നു. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നാണ് അതിൻ്റെ പേര്. അന്നേരം ആയുർവേദവും ഇംഗ്ലീഷ് മരുന്ന് ചെയ്യാത്ത ചികിത്സയൊന്നുമില്ല. അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഹം മൊത്തം സ്കിന്ന് മൊത്തം പോവും. അതായത് മൊത്തം പഴുക്കുകയും പിന്നെ വെള്ളം ചാടുകയായിരിക്കും ചെയ്യുക. പിന്നെ ഇറച്ചി മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തൊലിയൊന്നുമില്ല. അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ ജനിച്ച് 3 മാസമായപ്പോൾ തന്നെ എനിക്ക് തുടങ്ങിയത്. ചെയ്യാത്ത മരുന്നൊന്നുമില്ല. നാട് മൊത്തം ഓടി കിടന്നു. കാണിക്കാത്ത ഡോക്ടർമാരൊന്നുമില്ലായിരുന്നു. അവസാനം എത്തിപ്പെട്ടതൊരു ആയുർവേദ ഹോസ്പിറ്റലായിരുന്നു, കണ്ണൂർ മെഡിക്കൽ കോളേജ് ആയുർവേദത്തിൽ. അവിടെ എത്തിപ്പെട്ടപ്പോൾ അവിടുത്തെ മരുന്ന് ചെയ്തും കൂടെ പിന്നെയും കൂടുകയാണ് ഇത്. വല്ലാണ്ട് കൂടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. എനിക്ക് ഉറക്കമില്ല. രാത്രി വരുന്ന സ്കിന്നൊക്കെ അങ്ങനെ തന്നെ ഞാൻ ചൊറിഞ്ഞ് കളയും. എനിക്ക് ചൊറിച്ചിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൊറിച്ചിലായിരുന്നു. രാത്രി ഉറങ്ങാൻ പറ്റില്ല. രാത്രി ഇങ്ങനെ തന്നെ ഒരുമാതിരി മാനസികമായിട്ട് ഞാൻ എപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇത് ഉറക്കം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങി ഓടുക. പിന്നെ ആത്മഹത്യയെക്കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നീട് അവിടുന്ന് ഒരു ചേട്ടൻ വഴി ഞാൻ അറിഞ്ഞ് മംഗലാപുരത്ത് ഫാദർ മോളിസ് എന്ന ഹോസ്പിറ്റലിൽ അറിയുകയുണ്ടായി. പിന്നെ അവിടുത്തെ ചികിത്സയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോയി. അവിടുന്ന് ഫസ്റ്റ് ഇതിൻ്റെ സാധാ എപ്പോഴും ചെയ്ത ചികിത്സ ഇത് ജസ്റ്റ് ഒന്ന് കുറച്ചു. അതിനുശേഷം പിന്നെയും അങ്ങനെ തന്നെ വരാൻ തുടങ്ങി. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ചികിത്സ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വന്നുകൊണ്ടിരിക്കും. അന്നേരം അവിടുത്തെ ചികിത്സ പിന്നെയും അത് വന്നു. പിന്നെ അവിടുന്ന് ഒരു കമ്പനി ഫ്രൈസർ എന്ന് പറഞ്ഞൊരു കമ്പനി എനിക്ക് മെഡിസിൻ സ്പോൺസർ ചെയ്തു. ഉടമ്പടി എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതെല്ലാം നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് അമ്മ ഉടമ്പടി എടുക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഒരു ചേട്ടൻ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നത്. ആ ചേട്ടന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമെല്ലാം ചെയ്തത്. ആ ചേട്ടൻ വഴിയാണ് പിന്നെ മംഗലാപുരത്തെത്തിയത്. ചികിത്സ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഡോക്ടർ വഴി ഒരു ഫൈസർ എന്ന കമ്പനിയുടെ ഓഫർ ലഭിക്കുകയും ആ ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ആ മെഡിസിൻ എടുത്തിട്ടുണ്ടെങ്കിൽ രോഗം മാറുന്നായിരുന്നു. എല്ലായിടത്തും ഡോക്ടർമാരും എനിക്ക് വളരെ നിരാശയായിരുന്നു. എപ്പോൾ ഏത് ഡോക്ടറുടെ അടുത്ത് പോയാലും 8 വയസ്സ് 12 വയസ്സ് 15 വയസ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ പറ്റിക്കുമായിരുന്നു. ഞാൻ മംഗലാപുരത്ത് പോയപ്പോൾ ആണ് അറിഞ്ഞത് ഈ രോഗം അങ്ങനെയൊന്നുമല്ല. ഇത് മാറണമെങ്കിൽ നിശ്ചിത ഒരു ഏജ് ഉണ്ട്. എപ്പോഴേലും വേണമെങ്കിലും മാറാം, ചിലപ്പോൾ മാറാണ്ടിരിക്കുക. പിന്നെ അവിടുത്തെ ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫൈസർ ഞാൻ ഇപ്പോൾ ആ മരുന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു ബോട്ടിലിന് 42,000 രൂപയ്ക്ക് മേളിലുണ്ട് ഇപ്പം ആ മരുന്നിന്. അപ്പം ഞങ്ങൾ അവസ്ഥയൊക്കെ വളരെ മോശമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനത്തെ പൈസ ഉള്ള കൂട്ടത്തിലൊന്നുമല്ല. ആ കമ്പനി വഴി ആദ്യത്തെ ഇത് സാമ്പിളായിട്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ട്രാവൽ അലവൻസും ഫുഡിൻ്റെ മെയിൻ്റെനൻസ് എല്ലാം അടക്കമായിട്ട് ആ കമ്പനി സ്പോൺസർ ചെയ്യുകയെല്ലാം ചെയ്തു. 1 വർഷത്തേക്ക് ആ മരുന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അതുവഴി എൻ്റെ രോഗം പൂർണ്ണമായി മാറുകയും പിന്നീട് ഞാൻ സുഖം പ്രാപിക്കുകയെല്ലാം ചെയ്തു. മാതാവിനെ 1000 നന്ദി. ഞാൻ എൻ്റെ മൂത്ത മകന് വിദേശം ജോലിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ജോലി കിട്ടിയ കാര്യങ്ങളെല്ലാം ഇവൻ പറയും. എൻ്റെ പേര് ജിബിൻ. ഞാൻ എൻ്റെ അമ്മ പറഞ്ഞതിനെ തുടർന്നാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും പ്രാർത്ഥനകൾ തുടങ്ങിയത്. ഞാൻ ചെറുതിൽ തൊട്ട് തന്നെ കുർബാനകളും അതിന് കുമ്പസാരവും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് എനിക്ക് പഠിത്തം കഴിഞ്ഞ ഉടനെ ജോലി കിട്ടിയായിരുന്നു. പക്ഷേ ജോലിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോവുമായിരുന്നു. രാത്രി ഉറക്കമില്ലാതെയുള്ള വർക്കും കാര്യങ്ങളും അങ്ങനെയായിട്ട്. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞതുമായിട്ടുള്ള തീക്ഷ്ണമായ പ്രാർത്ഥനകളുടെ ഒക്കെ ഫലമായിക്കൊണ്ട് അമ്മ എപ്പോഴും പറയുമായിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നാവാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകണം. പക്ഷേ എനിക്ക് അതിനുള്ള സാഹചര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല.
പക്ഷേ ഞാൻ എപ്പോഴും ഇപ്പം അച്ഛൻ്റെ രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയുണ്ട്, അത് എപ്പോഴും എല്ലാ ദിവസവും മുടങ്ങാതെ 5:30 കൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അതിനിടയ്ക്ക് ഞാൻ 2-2.5 വർഷമായിട്ട് ഒരു കമ്പനിയിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നടക്കുന്നില്ല, ഓരോരോ കാര്യങ്ങളായിട്ട് തടസ്സങ്ങൾ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് അമ്മ എന്നോട് പറഞ്ഞു ലൈറ്റ് ക്യാൻഡിൽ പെയർ ഉണ്ട്, കാരണം എനിക്കിവിടെ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, വന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു ഇങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പെയർ ഉണ്ട്, അതെടുത്തിട്ട് അതിൻ്റെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അമ്മ മാതാവ് വഴി കർത്താവ് ഈശോ വഴി നിൻ്റെ ആഗ്രഹങ്ങളും വിഷമങ്ങളും ഒക്കെ മാറിത്തരും. അത് ഞാൻ എല്ലാ ദിവസവും രാവിലെ അച്ഛൻ്റെ പ്രഭാത പ്രാർത്ഥന ഇപ്പം കുറച്ച് നാളായിട്ട് തുടങ്ങിയതാണ്. അത് കൂടുകയും അതിന് മുന്നേ ധ്യാനവും എല്ലാ ദിവസവും, എനിക്കിപ്പോൾ കമ്പനിയിലാണെങ്കിൽ പോലും ഞാനൊരു ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് അത് കേൾക്കുകയും അതിനുവേണ്ട പ്രാർത്ഥനകളും കാര്യങ്ങളും, പിന്നെ എല്ലാ ദിവസവും ഞാൻ കുർബാന കൂടാറുണ്ട്. ഓൺലൈൻ വഴിയാണ് എനിക്ക് പള്ളിയിൽ പോകാനുള്ള സാഹചര്യമില്ല, അടുത്ത് പോകാൻ ഞായറാഴ്ചകളിൽ പോലും ഭയങ്കര ദൂരമാണ്, 2-2.5 മണിക്കൂർ പോകാനുണ്ട്. അപ്പോഴത്തേനും ഞാൻ അവിടെ എത്തില്ല രാവിലെ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ കുർബാന വെക്കും. എൻ്റെ എണീറ്റ് ഉടനെ ഇപ്പോഴത്തെ ഇതെന്ന് പറയുന്നത് രാവിലത്തെ അച്ഛൻ്റെ പ്രഭാത പ്രാർത്ഥന കൂടുക, അത് കഴിഞ്ഞ് കുർബാന കൂടുക, അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഞാൻ ലിങ്ക്ഡിനിൽ എന്ന് പറയുന്ന ഇതിൽ ഒരു മെസ്സേജ്, ഇങ്ങനെ ഒരു പോസ്റ്റ് കാണുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു കമ്പനി, ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, ട്രൈ ചെയ്തു. കാരണം ഞാൻ കുറേ ആയിട്ട് ട്രൈ ചെയ്യുന്നു, പക്ഷെ നടക്കുന്നില്ല, ഒരു സാഹചര്യത്തിലും അവർ എടുക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും തിരിയൊക്കെ കത്തിച്ച് മാതാവിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ വെറുതെ അപ്ലൈ ചെയ്യുകയല്ല ചെയ്ത്, വെറുതെ ആ പോസ്റ്റ് ഇട്ട ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു ഇതുണ്ട്, എനിക്ക് കിട്ടാൻ എന്തെങ്കിലും ഇതുണ്ടോയെന്ന്. ആദ്യമൊന്നും കുറേ നാളൊന്നും ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല, 1-2-3 മാസത്തേക്കൊന്നും റിപ്ലൈ ഒന്നും വന്നില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ ധ്യാനം കൂടി വൈകുന്നേരം ഞാൻ ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ചതായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വന്നു, ഇങ്ങനെയൊരു ഇതുണ്ട്, നീ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചു തന്നെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പം തന്നെ എന്നെ വരയ്ക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്, സംസാരിക്കാനും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. പക്ഷേ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ വന്നപ്പം ഞാൻ മാതാവിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചു. ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് അറിയില്ല ഞാൻ എന്താണ് സംസാരിച്ചതെന്നോ എന്താണ് പറഞ്ഞതെന്നും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ. പക്ഷേ ഞാൻ ഭയങ്കര കോൺഫിഡൻസിലായിരുന്നു, ആരും എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. ആ കോൺഫിഡൻസിൻ്റെ പുറത്ത് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ഇൻ്റർവ്യൂ പാസ്സായി. ഏകദേശം 5-6 റൗണ്ട് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഇത് ബുദ്ധിമുട്ടായി ഭയങ്കര കട്ടിയായിട്ടുള്ള ഇതായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് പോർട്ട്ഫോളിയോയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മാതാവിൻ്റെ കൂടെ വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിക്കൊണ്ട് മെയിൻലി ഇൻ്റർവ്യൂസ് കടന്നു കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം അത് കടന്നു കിട്ടണമെങ്കിൽ നമ്മൾ അത്രത്തോളം തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആൾ എന്നോട് പറഞ്ഞു തരുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ അടുത്തിരുന്ന് എനിക്ക് ഫീൽ ചെയ്യാനുണ്ടായിരുന്നു. ആക്ച്വലി അത്രയും കോൺഫിഡൻസോടുകൂടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റി. അത് കഴിഞ്ഞിട്ട് ആയാൽ പോലും പക്ഷേ എൻ്റെ പഴയ കമ്പനിയും ഇപ്പോഴത്തെ പുതിയ കമ്പനിയും തമ്മിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ഉണ്ടാവുകയും അതൊരു 2-3 മാസത്തേക്ക്, ഏകദേശം എൻ്റെ ഇൻ്റർവ്യൂ 4 മാസം അത് റെഡിയാവാതെ വരാൻ പറ്റാതെ ഇരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും എന്നിട്ടായാലും പ്രാർത്ഥിക്കും, പ്രതീക്ഷ കൈവിടാതെ. ഞാൻ ഭയങ്കര വിഷമത്തിലുണ്ടായി. കാരണം നമ്മളൊരു ജോലി കിട്ടണമെങ്കിൽ അത്രയും വിഷമിച്ചും പ്രാർത്ഥിച്ചും അല്ലെങ്കിൽ ആണ് ഉണ്ടാകുന്നത്. പക്ഷെ അത് കിട്ടാതെ പോവുക എന്ന് പറയുമ്പോൾ ഞാൻ അമ്മയോട് പലപ്പോഴും പറയുമായിരുന്നു എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന്. പക്ഷെ അമ്മ എന്നോട് പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ, നീ മാതാവിനോട് പ്രാർത്ഥിക്കുക, എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അമ്മ നിൻ്റെ കൂടെ ഉണ്ടാവും, നിൻ്റെ കാര്യങ്ങൾ നടത്തി തരും. അതുപോലെ തന്നെ എനിക്ക് ലാസ്റ്റത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഒരു 6-ാം തീയതി എന്നുള്ളൊരു ഡേറ്റ് ഇങ്ങനെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നു. ഞാനത് അമ്മയോടും പറഞ്ഞു. അമ്മയും പറഞ്ഞു അമ്മയ്ക്കും അങ്ങനെ ഒരു 6-ാം തീയതി ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 6-ാം തീയതി എന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വിഷമം വേണ്ട, ഇന്ന ഡേറ്റിന് വന്ന് ജോയിൻ ചെയ്തോളൂ, കുഴപ്പമില്ല, നമ്മൾ അത് റെഡിയാക്കി തരാം. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഞാൻ എൻ്റെ പഴയ കമ്പനിയിലും പോയി. അവർക്ക് വിടാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഉപ്പും ഒക്കെ എൻ്റെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സംസാരിച്ചതിൻ്റെ ഫലമായതുകൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവരെന്നെ റിലീസ് ചെയ്യുകയും ഞാനിപ്പോൾ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഇവിടെ ബാംഗ്ലൂരാണ്. അപ്പം അതിൻ്റെ
അമ്മ മാതാവിനും കർത്താവ് ഈശോ മിശിഹായ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും ലൈക്ക് നമുക്ക് നമ്മുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് നടത്തി തരാനും അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് തരാനും മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് ഞാൻ എല്ലാ കാരുണ്യപ്രവർത്തികളുടെയും അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അമ്മയെയാണ് ഏൽപ്പിക്കാറ്. ഇവിടെയുള്ള ഓർഫനേജുകളിലും കാര്യങ്ങളൊക്കെ പോയി അമ്മ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്തു. അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ തുണി ഉണക്കി കൊടുക്കാനും അവർക്ക് വേണ്ട ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും പിന്നെ അടുത്ത് തന്നെയുള്ള ആൾക്കാരായാലും ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ കണ്ടാലും എന്നോട് പറയുക ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതെന്നെ കൊണ്ട് പറ്റുന്ന പോലെ. നമുക്കധികം അങ്ങനെ ഇതൊന്നും ഉണ്ടായിട്ടല്ല, എന്നാൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന നമുക്ക് ഉള്ള വിഹിതത്തിൽ നിന്ന് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം എല്ലാ കാര്യങ്ങളിലും മാതാവിൻ്റെ കൃപ കൊണ്ട് എങ്ങനെ നടന്നു പോകുന്നു. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ രാവിലത്തെ പ്രാർത്ഥനയുണ്ട്, അത് തീക്ഷ്ണമായിട്ട് കൂടുക, കുർബാനകൾ കൂടുക, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷയും അത് വളരെ വലുതാണ്. അമ്മ മാതാവിനും കർത്താവ് ഈശോ മിശിഹായ്ക്കും ഞാൻ ഒരു കോടാനുകോടി നന്ദി അറിയിക്കുന്നു. നന്ദി. ചെറിയ മോൻ പറയാൻ മറന്നുപോയ കാര്യമുണ്ട്. അവന് അസുഖം കൂടുതലായി കഴിഞ്ഞ സമയത്ത് ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ അവൻ്റെ നെറ്റിയിൽ സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും അവനോട് തന്നെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റുകളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് മാതാവ് തന്നതാണ് എന്ന് ആ കമ്പനി സ്പോൺസർ ചെയ്തത് മാതാവ് തന്നതാണ് എന്ന് പറയാനുണ്ടായ കാരണം, ബ്രസ്റ്റിലും യൂട്രസിലും മുഴകളുണ്ടായിരുന്നു. അത് ആദ്യം നോക്കുമ്പം 6 mm ഉണ്ടായിരുന്നുള്ളൂ യൂട്രസിലെ മുഴ. പിന്നെ പെട്ടെന്ന് തന്നെ അത് 8 mm ആയി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയത്ത് പെട്ടെന്നൊന്നും ഞങ്ങളുടെ ഈ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവനെ കാണിച്ച് ഫാദർ മുള്ളേഴ്സിൽ തന്നെ പോയി. അവിടെ ചെന്നു ലാപ്രോസ്കോപ്പി തന്നെയാണ് ചെയ്തത്. അവിടെ 1 ലക്ഷം രൂപയോളമുള്ള സർജറിക്ക് ചിലവ് വരുന്നതാണ്. ഞാൻ അവിടുന്ന് അച്ഛൻ്റെ ഒരു കത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ 15,000 രൂപ മാത്രം അടച്ചിട്ട് എനിക്ക് അവിടുന്ന് അവർ ആ ഓപ്പറേഷൻ ചെയ്തു തന്നു. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് എൻ്റെ വീടിൻ്റെ ഭിത്തിയെല്ലാം കീറി തറയിരുന്ന് പോയി താമസിക്കാൻ പറ്റാത്തൊരു ഭവനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വീടിന് വേണ്ടിയിട്ടും നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം SBIയിലൊക്കെ അറിയാമല്ലോ, സാധാരണക്കാരൊന്നും പോയി ചെന്നാൽ അവിടുന്ന് ലോണൊന്നും അവർ അനുവദിക്കാറില്ല. പിന്നെ പ്രാർത്ഥിച്ച് തന്നെ അവിടെ ഉപ്പുമൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് തൈലമൊക്കെ പൂശി അവിടെ പോയി അവരോട് ചോദിച്ച് അവരവസാനം സമ്മതിച്ച് കുറേ സമയമൊക്കെ എടുത്തു കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം ലോണ് തന്നു. പിന്നെ ഞങ്ങളൊരു ചെറിയ ചിട്ടി കൂടിയതിൻ്റെ ആ സമയത്ത് ആവശ്യമുള്ള സമയത്ത് ആ ചിട്ടി ലഭിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വീട് പണിതു. വീട് പണി തീർന്നു കഴിയുമ്പോൾ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ കയറി കൂടുള്ളൂ എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പ്രകാരം ഈ വരുന്ന ശനിയാഴ്ച 22-ാം തീയതി ഞങ്ങൾ വീട്ടിൽ കയറി കൂടുകയാണ്. അതും ഞാനിവിടെ അമ്മയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഈ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുന്ന ഒരു കോൺവെൻ്റ് ഉണ്ട്. അവിടെ പോയി മാസം തോറും അവർക്ക് വേണ്ടുന്ന അരി സാധനങ്ങൾ പിന്നെ വെജിറ്റബിൾസ് അങ്ങനെയുള്ള എല്ലാം വാങ്ങിക്കൊടുക്കുമായിരുന്നു. ഡ്രസ്സും കൊണ്ട് കൊടുക്കും. പിന്നെ പോയത് ഒരു ജെൻസായിട്ടുള്ള ആൾക്കാരെ ശുശ്രൂഷിക്കുന്ന ഇതുപോലുള്ള സ്ഥലത്ത് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് മാതൃ സംഘക്കാരൊക്കെ കൂടി ആ കൂട്ടത്തിൽ ഞാനും പോയി തുണി അലക്കി ഉണക്കി കൊടുത്തിട്ട് വന്നു. അതുപോലെ വീടുകളിൽ രോഗികളായിട്ടുള്ളവരുടെ അടുത്തൊക്കെ വീട് സന്ദർശനം നടത്തുകയും അപ്പോൾ കയ്യിലുള്ളതനുസരിച്ച് ആവശ്യമെന്ന് തോന്നിയവർക്കൊക്കെ പൈസ കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഹാർട്ടിൻ്റെ അസുഖം കാരണം എപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു ചേച്ചിയുണ്ട്. ഇപ്പോൾ ഞാൻ ആ ചേച്ചിക്ക് അവർക്ക് എപ്പോഴും ചെക്കപ്പൊക്കെ വേണ്ടതുകൊണ്ട് പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്കുള്ളതുപോലെ ഞാനിപ്പോൾ ആ ചേച്ചീനെ സഹായിച്ചു വരുന്നുണ്ട്. കൃപാസന പത്രം ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ട് കടകളിൽ കൊണ്ടുപോവുകയും പിന്നെ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും പിന്നെ പള്ളികളിൽ കൊണ്ടുപോയി അവിടെ നിന്ന് കുർബാന കഴിയുമ്പോൾ ആൾക്കാർക്ക് അവർ വന്ന് മേടിച്ചുകൊണ്ട് പോയിക്കോളും. അങ്ങനെ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാനൊരു ദിവസം ഇങ്ങനെ
ഈ മാതാവ് തിരിയലൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ സാക്ഷ്യം കണ്ടായിരുന്നു. അപ്പം എനിക്കും ഒരു ആഗ്രഹം, ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞു തിരിയെ നോക്കിയിട്ട്, അമ്മ എനിക്കും ആ അമ്മേനെ തിരിയലൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഊതി വെക്കുമ്പോൾ തിരിയിലൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട്. പിറ്റേ ദിവസം രാവിലെ ഞാൻ തിരി എടുക്കുമ്പോൾ തിരിയൽ മാതാവിൻ്റെ രൂപം അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനതിവിടെ കാണിച്ചായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ആദ്യമൊക്കെ എല്ലാം കുമ്പസാരവും എല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ എനിക്ക് യൂട്രസിൻ്റെ വിഷമതകളൊക്കെ വരികയും ബ്ലീഡിങ് ഉണ്ടാവുകയൊക്കെ ചെയ്തതോടുകൂടി എനിക്ക് കൃത്യമായിട്ടൊന്നും പോകാനും വരാനും ഒക്കെ കഴിയാതെ ഒരവസ്ഥയിലേക്ക് എത്തിയായിരുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും അത് തുടർച്ചയായി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഇനിയും മുൻപോട്ടേക്ക് ഇങ്ങനെ തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയും അമ്മ മാതാവിനെ ഇവിടെ വന്ന് മഹത്വപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എൻ്റെ കുടുംബത്തിനും തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെയും ഞാൻ കോടാനുകോടി നന്ദി പറയുകയും ചെയ്യുന്നു. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങളിൽ, എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും, അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും, മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. ഇവിടെ ഈ കുടുംബം വന്ന് സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ മകന് കിട്ടിയ രോഗസൗഖ്യവും മറ്റൊരു മകൻ്റെ ജോലി, തങ്ങൾക്ക് വീട് ഭവനം അത് ഇല്ലാതെ തങ്ങൾ വിഷമിച്ച സാഹചര്യങ്ങളിൽ നിന്ന് തങ്ങൾക്കൊരു ഭവനം ലഭിക്കുവാനും അതുപോലെ തൻ്റെ തന്നെ രോഗസൗഖ്യങ്ങളുമൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. തങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ വഴി മാത്രം തങ്ങൾക്ക് നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ലഭിക്കുവാനായിട്ടിടയായി. അങ്ങനെ ഒരിക്കലും തനിക്കൊരു സൗഖ്യം ലഭിക്കില്ല എന്നുള്ള ആ ഒരു വിഷമത്തോടെ മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി പോലെ തനിക്കായി 3 മാസം മുതൽ തുടങ്ങിയതാണ്. ഇന്ന് ഈ മകൻ എത്ര വയസ്സുണ്ട്? 16 വയസ്സുണ്ട്. 13 വയസ്സ് കഴിയുന്നത് വരെ അവനെ ഈ രോഗം അലട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേറെ വർഷം താനൊരു മാംസപിണ്ഡം മാത്രമായിരുന്നു എന്നാണ് ആ മകൻ പറഞ്ഞത്. തനിക്ക് സ്കിന്നേ ഇല്ല, വരുന്ന സ്കിന്നൊക്കെ താൻ അത്രമാത്രം ശരീരത്തിൽ ചൊറിച്ചിൽ, ഇതുമൂലം വരുന്ന സ്കിന്നെല്ലാം താൻ തന്നെ ചൊറിഞ്ഞു പോകും. പിന്നീട് തനിക്ക് ഒരു മാംസപിണ്ഡം മാത്രമായിട്ട് താൻ ഇത്രയേറെ വർഷങ്ങൾ, അപ്പോഴതുമൂലം ആത്മഹത്യ വരെ ചെയ്താൽ മതി, ആത്മഹത്യ പോലും ചെയ്താലോ എന്നുള്ള ചിന്തയൊക്കെ അത്രയേറെ താൻ മാനസികമായിട്ട് തകർന്നുപോയി എന്നാണ് ആ മകൻ പറഞ്ഞത്. നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാം സാക്ഷ്യം എത്ര സാക്ഷ്യമാണെങ്കിലും, എത്ര ദൈവം നമ്മെ തൊടുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ അതുണ്ട്, എന്നാൽ നാം സാക്ഷ്യം പറയുമ്പോഴാണ് അത് വ്യക്തമാവുക. അപ്പോൾ ഇവിടെ ഈ മകന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സ കിട്ടുന്നത്. അതുവരെയും ചികിത്സകൾ കിട്ടിക്കൊണ്ടാണിരുന്നത്. എന്നാൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആയുർവേദം, ഹോമിയോ, അലോപ്പതി എല്ലാം പരിശ്രമിച്ചു. ഒന്നിലും തനിക്കൊരു സ്റ്റേബിളായിട്ടുള്ള ഒരു സൗഖ്യം കിട്ടുന്നില്ല. എല്ലാവരും എന്നെ പറ്റിച്ചു എന്നാണ് ഈ മകൻ പറയുക. അങ്ങനെ പിന്നീടാണ് ഉടമ്പടിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നത്. അത് ആ കമ്പനി ആദ്യമായിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അത് ഫ്രീ ആയിട്ട് ഇവർക്ക് കൊടുക്കുവാനായിട്ട് 1 വർഷത്തോളം ഏകദേശം 42,000 രൂപയാണ് അതിൻ്റെ ഒരു ബോട്ടിലിന് വരുന്നത്. അത് ഇവർ തന്നെയാണ് നമ്മോട് പറഞ്ഞത്. അത് അതിൻ്റെ ഫുഡ്, ഇവർ പോകുന്നതിനുള്ള യാത്ര ചിലവ് അടക്കം ഇതൊക്കെ തങ്ങൾക്ക് ലഭിച്ചത് ഉടമ്പടിയുടെ മാത്രം ഭാഗമായിട്ടാണ്. തങ്ങളെ അങ്ങനെ കരുതുന്ന വ്യക്തികളായി തങ്ങൾക്ക് മാറാൻ സാധിച്ചത് അതുമൂലം മാത്രമാണെന്നാണ് പറയുക. അപ്പോൾ നാം പേപ്പറിൽ എത്രമാത്രം എഴുതി വെച്ചാലും നമ്മുടെ സാക്ഷ്യം നാം പങ്കുവെക്കുമ്പോൾ മാത്രമാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തുക. അത് പിന്നീട് ഈ മകളിവിടെ പറയുകയുണ്ടായി, എങ്ങനെയാണ് തങ്ങൾക്ക് ഉടമ്പടിയുടെ മാത്രം ഭാഗമായിട്ട് അതുപോലെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു, അതുമൂലം മാത്രം തങ്ങൾക്ക് കിട്ടിയ ഒരു സൗഖ്യാനുഭവമായിട്ട് അത് മാറുന്നു. ഇന്നിപ്പോൾ സാധാരണ സ്കിന്നാണ് ആ മകന്, നമുക്ക് ആർക്കും കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ സാധാരണ പോലെ സ്കിന്ന് യാതൊരു പ്രോബ്ലവുമില്ല.
16 വയസ്സായി ഇന്ന്. അതുവരെയും 13.5 വർഷത്തോളം താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു വലിയ അസ്വസ്ഥതകളിൽ നിന്നാണ് തനിക്ക് മോചനം ലഭിച്ചത്. വീണ്ടും മൂത്ത മകൻ്റെ ജോലി, അതിനുമൊക്കെ എങ്ങനെയാണ് ആ മകനും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിലേക്ക് തനിക്ക് കൂടുതൽ അടുക്കുവാൻ സാധിച്ചു. കൂടുതൽ പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കുവാൻ സാധിക്കുന്നു. താനൊരു സ്റ്റേജ് ഫിയറുള്ള വ്യക്തിയാണ്. എന്നാൽ തനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുവാനായിട്ട് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ അതുമാത്രമാണ് തനിക്ക് ധൈര്യം പകർന്നത്. തനിക്കൊരു ആത്മധൈര്യമുണ്ടായി. എന്നോട് എൻ്റെ അടുത്തിരുന്ന് ആരോ എന്നോട് പറയുന്നത് പോലെ. അതുകൊണ്ടാണ് 32:8 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നമ്മോടൊപ്പം ഒരാളിരുന്ന് പറയുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുക. ഇത് ഈ മകനാണ് ഇന്ന് പറഞ്ഞതെങ്കിൽ എത്രയോ സാക്ഷ്യങ്ങൾ ഇതുപോലെ നമുക്ക് യൂട്യൂബിലുണ്ട്. ഇതൊക്കെ അമ്മയാണ് തനിക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നതെന്നുള്ള ബോധ്യം ഈ ചെറുപ്പക്കാരനുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന്ന് ലോകത്തോട് വിളിച്ചു പറയുക. അതുപോലെ ഈ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യം, തങ്ങളുടെ ഭവനം, എത്ര വർഷത്തിന് ശേഷമാണ് തങ്ങൾക്കൊരു നല്ല ഭവനത്തിൽ താമസിക്കാനായിട്ട് തങ്ങൾ ഉടനെ പോവുകയാണ്. അപ്പോഴമ്മയെ വിളിക്കുകയാണ് ഭവനത്തിലേക്ക്. അമ്മയെയും കൊണ്ടാണ് ഇവർ താമസിക്കാൻ പോവുക. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ ഞാൻ ദൈവത്തെ കാണുമെന്ന് ജോബ് പറയുന്നത് പോലെ ഓരോരോ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ മുൻപിൽ ജീവിക്കുന്ന ജീവൻ്റെ തുടിപ്പുകളായിട്ട് ദൈവം കൊണ്ടുവന്ന് നമുക്ക് തരികയാണ്. നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, ഞാൻ ആദ്യമൊക്കെ നല്ല ജീവിതത്തിലായിരുന്നു. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം ദൈവിക ജീവിതത്തിൽ തന്നെ ആയിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പ് വന്നു. മാതാവിന് കൂടുതൽ അടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം മാതാവ് തന്നെ എനിക്ക് ഉണ്ടാക്കി തന്നു. കഴിഞ്ഞ മാർച്ച് 14 2024 മാർച്ച് 14 എൻ്റെ മകന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. സാധാരണ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഡിസംബർ കഴിയുമ്പോഴും മെയ് മാസത്തിന് മുമ്പായിട്ട് ഒരു ആക്സിഡൻറ്റ് കുറച്ച് വർഷങ്ങളായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ആക്സിഡൻറ്റും ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ് എന്നോട് ഒരു 20,000 രൂപ തന്നു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആവശ്യമൊന്നും വരില്ലായിരിക്കാം. അങ്ങനെയാണ് ഞാൻ ഓഫീസിൽ നിന്ന് പോകുന്നത്. ഹസ്ബൻഡ് ആ സമയത്ത് ഇവിടെ ഇല്ല, ട്രിവാൻഡ്രത്ത് പോയിരിക്കുകയായിരുന്നു. ഞാൻ നേരെ ഇവന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അവിടെയുള്ള ആൾക്കാരെത്തിച്ചു. അവർ പറഞ്ഞു ഒരു സ്കാനിങ് ഉണ്ട്, കാരിത്താസിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. ഹസ്ബൻഡ് പറഞ്ഞു കാരിത്താസിലേക്ക് പോരുക, അതാണ് സൗകര്യം എന്ന് പറഞ്ഞു. ഞാൻ അന്നേരവും വിചാരിച്ചു ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായാലും സ്കാനിങ് അത് സ്വാഭാവികമാണ്, മോന് കുഴപ്പമൊന്നുമില്ലായിരിക്കാം. ഞാനിവിടുന്ന് 2 വീലറിന് ചേർത്തലയിൽ വന്നു. ചേർത്തലയിൽ നിന്ന് ഞങ്ങൾ കാറിന് ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് മോനെ ഞാൻ കാണുമ്പോൾ മോൻ്റെ മുഖത്ത് ഒരു വലിയ കെട്ടുണ്ട് തലയിൽ. അതിന് ഇവിടെ മുഴുവനും ഒരു സൈഡ് മുഴുവനും ബ്ലഡാണ്. മോൻ എന്നോട് പറയണത് അമ്മ, ഞാൻ മോനെ വിളിച്ചപ്പോൾ അമ്മ എനിക്ക് ബാക്ക് പെയിനാണ്, ലോവർ ബാക്ക് പെയിനാണെന്ന് പറഞ്ഞു. വേദന, എന്തെങ്കിലും മുറിവുണ്ടായി. അവന് ഒരിക്കലും ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പരുവുണ്ടായപ്പോൾ ഒരു 4 സ്റ്റിച്ച് ഇടേണ്ട സമയത്ത് അവൻ പറഞ്ഞു, ഡോക്ടർ ചോദിച്ചു മരവിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു വേണ്ട, മരവിപ്പിക്കണ്ട, മരവിപ്പിച്ചാൽ താമസിക്കൂല, അതുകൊണ്ട് അല്ലാതെ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞു. അത്രയും വേദന സഹിക്കുന്ന കുഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞ് ഡോക്ടർമാരോട് പറയുകയാണ് എനിക്കെന്തെങ്കിലും മരുന്ന് എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല എന്ന്. അന്നേരം എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇനി എനിക്ക് ആരുമില്ല, ഒന്ന് പറഞ്ഞ് കരയാൻ എനിക്ക് 2 അമ്മമാരുമില്ല. പിന്നെയുള്ളത് മാതാവ് മാത്രമാണ്. എൻ്റെ അനിയത്തി ഇവിടെ ഇല്ല, ഓസ്ട്രേലിയയിലാണ്. ഞാൻ അവളോട് പറഞ്ഞു, അവൾ പറഞ്ഞു നീ വിഷമിക്കേണ്ട, ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന്. എന്നോട് പല പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ജോസഫ് അച്ഛൻ ഞങ്ങളുടെ ഇടവകയിലിരിക്കുകയും ഞാൻ വന്ന സമയത്താണ്, ഞാൻ വൈക്കംകാരിയാണ്, തൈക്കിലേക്ക് ഞാൻ വന്ന സമയത്താണ് അച്ഛൻ ഞങ്ങളുടെ ഇടവകയിലിരുന്നത്. അച്ഛനെക്കുറിച്ച് ഞങ്ങളുടെ വീട്ടുകാർ പറയുന്നത് കേട്ട് അച്ഛൻ ഞങ്ങളുടെ വീട്ടിലൊരു അംഗമായിരുന്നു എനിക്ക്.
അതുകൊണ്ട് എനിക്ക് എന്ത് വന്നാലും ഞാൻ ജോസഫച്ചനോട് നേരിട്ട് പറയുമ്പോൾ എനിക്ക് സാധിക്കുമെന്നുള്ളൊരു വിചാരമായിരുന്നു എനിക്ക്. ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്നായിരുന്നു എൻ്റെ ചിന്ത. അതായിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഉടമ്പടിയിലേക്ക് വന്നില്ല. എൻ്റെ അനിയത്തി ഒരു കസിൻ സിസ്റ്റർ വിളിച്ച് അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുമ്പോഴും എനിക്ക് എന്തോ ഉടമ്പടി എടുക്കാൻ അന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ അവൾ ഉടമ്പടി എടുക്കുവാന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, മോൻ എന്തായി. ഞാൻ പറഞ്ഞ് സ്കാൻ ചെയ്തു, നട്ടെല്ലിന് പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത്, റിബിന് പൊട്ടലുണ്ട്, മുഖത്തെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എൻ്റെ അനിയൻ എറണാകുളത്ത് വർക്ക് ചെയ്യാണ്, ഹസ്ബൻഡ് ഇല്ലാഞ്ഞുകൊണ്ട് അവൻ ഓടി വന്നു. അവൻ പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എന്ത് വേണേലും ചെയ്യാം, ചേച്ചി വിഷമിക്കണ്ട, ഒരു കാര്യവും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സ്കാൻ ചെയ്തു. ഡോക്ടറുമായിട്ട് അനിയത്തി സംസാരിച്ചു. എന്നോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് MRI എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡോക്ടറോട് പറ പെട്ടെന്ന് MRI എടുക്കാൻ എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു, MRI എടുക്കാൻ പറ്റില്ല, അവൻ്റെ ബോഡി അതിന് വില്ലിങ് ആണ്. വില്ലിങ് ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. കൊച്ചിന് സഡേഷൻ കൊടുക്കാൻ പറ്റത്തില്ല, അവൻ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡ് വന്നിട്ടില്ല. അപ്പം ഡോക്ടറിനോട് പറഞ്ഞു ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് വന്നില്ല, ഹസ്ബൻഡ് വരുന്നതേ ഉള്ളൂ. ഞാൻ വിളിച്ച് ചോദിച്ചു, എവിടെ എത്തിയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, വന്നുകൊണ്ടിരിക്കുന്നു, ഉടനെ എത്തും, നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. ന്യൂറോ ICUയുടെ വാതിക്കലെത്തിയപ്പോഴാണ് ഹസ്ബൻഡ് വരുന്നത്. ഹസ്ബൻഡ് മോനെ എന്ന് വിളിക്കുകയും ഇവൻ അച്ചാച്ചി എന്ന് വിളിച്ച് ഒരു ബ്ലഡാണ് ഛർദ്ദിക്കുന്നത്. കണ്ടമാനം ബ്ലഡ് ഛർദ്ദിച്ചു. അന്നേരം തന്നെ ഞങ്ങളെല്ലാം തളർന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു MSc നേഴ്സ്, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്, വന്ന് പറഞ്ഞു, അത് ബ്ലാക്ക് ബ്ലഡാണ്, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ 2 നാത്തുമാരും ആ സമയത്ത് അവിടെ വരികയും അവർ വഴി ജോസഫ് അച്ഛനെ കോണ്ടാക്ട് ചെയ്യാനും പറ്റി. മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ് ഇതെല്ലാം ഇത്രയും പെട്ടെന്ന് സാധിച്ചത്. അച്ഛന് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്ത ഉടനെ തന്നെ അച്ഛൻ വോയിസ് മെസ്സേജാണ് ഇട്ടത്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കത്തില്ല അവന് എന്ന് പറഞ്ഞു. മൂത്ത നാത്തൂൻ ഉടമ്പടിയിലായിരുന്നു. ഉടമ്പടി തൈലവും കാശുരൂപവും കൊണ്ടുവന്ന് ഞങ്ങൾ ICUയിൽ കയറി. ഹസ്ബൻഡ് മോൻ്റെ ശരീരത്ത് തൈലം പൂശുകയും കാശുരൂപം കൊടുത്ത് കൈ പിടിപ്പിക്കുകയും ചെയ്തു. അവനും ഹസ്ബൻഡും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി പുറത്ത് വന്നു. അവൻ്റെ പല്ലിന് കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം സ്കാൻ ചെയ്യണമെങ്കിൽ പല്ലിലെ കമ്പി എടുക്കണം. പിറ്റേ ദിവസം OPക്ക് ശേഷം മാത്രമേ കമ്പി എടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ആരെങ്കിലുമാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ വന്ന് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഒരു ചേച്ചിയായിരുന്നു ഇട്ടിരുന്നത്. അവർ 10 മണിയാകുമ്പോൾ എത്തിക്കോളാം, അതിനുശേഷം അതിന് മുമ്പ് അന്നേരം വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. 9 മണിയായപ്പോൾ 8 മണിക്കാണ് നമ്മൾ മോൻ്റെ ശരീരത്ത് തൈലവും കാശുരൂപവും വെക്കിച്ച് പ്രാർത്ഥിക്കുന്നത്. 9 മണിയായപ്പോൾ ഡോക്ടർ നേഴ്സ് വന്ന് പറഞ്ഞു, കെവിൻ്റെ കൂടെ നിൽക്കുന്നത് ആരാണ്, ഇങ്ങോട്ട് വാ, MRIക്ക് കൊണ്ടുപോകണമെന്ന്. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് 3 ദിവസം എന്ന് പറഞ്ഞത് നിങ്ങൾ 1/4 മണിക്കൂർ മുമ്പല്ലേ, 3 ദിവസം കഴിഞ്ഞേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അവൻ്റെ വായിലെ പല്ലിൻ്റെ കമ്പി എടുക്കണമെങ്കിലും പിറ്റേ ദിവസം OP കഴിയണം. അപ്പം പല്ലിൻ്റെ കമ്പി എടുക്കാതെ എങ്ങനെ സ്കാൻ ചെയ്യും? ഞങ്ങൾ ഇതെല്ലാം ചെയ്തു. അവൻ ഓക്കെയാണ്. ഞങ്ങൾ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് മോൻ്റെ കൂടെ MRI സ്കാനിങ്ങിന് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നത്, ബില്ലിൻ്റെ ക്യാഷ് അടയ്ക്കണ്ട, മോൻ കിടക്കുമോ എന്നറിയില്ല, കിടന്നതിന് ശേഷം എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഒരു റിപ്പീറ്റ് പോലും ചെയ്യാതെ നമുക്ക് MRI എടുക്കാനും പറ്റി. പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ റിസൾട്ട് വന്നു. മോൻ്റെ കസിൻസ് ഡോക്ടേഴ്സ് ഉള്ളത് കൊണ്ട് അവരാണ് ഡോക്ടറോട് സംസാരിച്ചത്. ഡോക്ടർ പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ മോൻ നടക്കുമോ എന്ന് എനിക്കറിയില്ല, എന്നെക്കൊണ്ടാകാവുന്നത് ഞാൻ ചെയ്തോളാം. ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഡോക്ടർ.
നല്ല വിശ്വാസമുള്ള ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിനോട് കാര്യങ്ങൾ പറയുക, എൻ്റെ കയ്യിലല്ല എന്ന് പറഞ്ഞു. നമ്മൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു, മോനെ തിരിച്ചു തരണം. മോൻ്റെ ആഗ്രഹം 2 വർഷവും കൂടി അപ്പനും അമ്മയും കഷ്ടപ്പെട്ടാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മകനാണ് അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ വേണമെന്നുള്ള അവസ്ഥയിലെത്തിയത്. അവൻ ബോധം വന്നു കഴിഞ്ഞാൽ അവന് അത് സഹിക്കാൻ പറ്റാത്തതാണെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് മുഴുവനും. എന്തായാലും ഡോക്ടർ പറഞ്ഞു 3 ദിവസം വെൻറ്റിലേറ്ററിലേക്ക് മാറ്റണം. ലെങ്സിൻ്റെ അവിടെ ഒരു ബ്ലീഡിങ് കാണുന്നുണ്ട്. റിബിൻ്റെ പൊട്ടലാണോ ലെങ്സിൻ്റെ ആണോ, ലെങ്സിൽ ബ്ലഡ് ഉണ്ടോ ഒന്നും അറിയില്ല. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്നും കൂടെ സ്കാൻ ചെയ്യണം. ഞങ്ങൾ പ്രാർത്ഥിച്ചു. മാതാവിനോടല്ലാതെ എനിക്ക് ആരോടും പറയാനില്ല. ഒത്തിരി ആൾക്കാർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് അമ്മമാരില്ല, നീയാണ് എൻ്റെ അമ്മ. എനിക്കൊരു സങ്കടം വരുമ്പോൾ ഓടി വരുന്നത് അമ്മയുടെ അടുത്തേക്കാണ്. അമ്മ എന്നെ താങ്ങണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, ഓപ്പറേഷൻ നന്നായിരുന്നു, മോനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റേണ്ട. ഐ സിയിൽ കിടത്തി. പിറ്റേ ദിവസം ഡോക്ടർ റൗണ്ട്സിന് വന്നു. ഡോക്ടർ കാണുന്നത് മോൻ എഴുന്നേറ്റ് നടക്കുന്നതാണ്. ഒരിക്കലും ഡോക്ടർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഡോക്ടർ നേഴ്സിനോട് പറയാൻ വിട്ടുപോയതായിരുന്നു ഇവനെ എഴുന്നേൽപ്പിക്കരുത് എന്ന്. ഡോക്ടർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഡോക്ടർ ഓടി വന്ന് എന്നോട് പറഞ്ഞു, അമ്മ അവൻ നടന്നു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ എൻ്റെ നാത്തൂൻ ചെന്ന് നേഴ്സിനോട് ചോദിച്ചു, മോൻ എന്തെങ്കിലും വെള്ളം കുടിച്ചോ? അപ്പോൾ എനിക്കറിയില്ല ഈ മോന് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല എന്നുള്ളതൊന്നും. എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ചേച്ചിക്കറിയാമായിരുന്നു. ചേച്ചി ചെന്ന് ചോദിച്ചു, വെള്ളം കുടിക്കുന്നതിന് അവന് കുഴപ്പമുണ്ടോയെന്ന്. അപ്പോൾ ആ നേഴ്സ് പറഞ്ഞു, അവൻ കഞ്ഞി കുടിച്ചേച്ചു കിടന്നുറങ്ങുകയാണ് എന്ന്. ദൈവമാതാവിന് നന്ദി. ദൈവമാതാവ് തിരിച്ചു തന്ന ഒരു ജീവനാണ് ഈ നിൽക്കുന്നത്. ഇത്രയും പെട്ടെന്ന് സൗഖ്യം കിട്ടുമെന്ന് ഞങ്ങൾ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, എങ്കിലും ആ ഇൻഷുറൻസിലൊന്നും നിൽക്കത്തില്ല എന്ന് നമുക്കറിയാം. ഹസ്ബൻഡ് ചോദിച്ചു, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഇവന് പോകാൻ വേണ്ടി കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്, അതെടുക്കാം. പക്ഷേ ഞങ്ങളുടെ കസിൻസ് എല്ലാം പറഞ്ഞു, 1 രൂപ പോലും എടുക്കണ്ട, അവന് പോകേണ്ടി വരുമ്പോൾ അന്നേരം നമ്മൾ ഓടണം, ഇപ്പോൾ ആ പൈസ എടുക്കേണ്ട. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. 4 ദിവസം റൂമിൻ്റെ പുറത്തിരിക്കേണ്ട ഞങ്ങൾ ഒരു ലോഡ്ജിൽ 4 ദിവസം താമസിച്ചു. ആ ലോഡ്ജുകാർ 1 രൂപ പോലും വാങ്ങിയില്ല. മോനെ അത് കഴിഞ്ഞിട്ട് മുഖത്തെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ഹോസ്പിറ്റൽ റൂമിലേക്ക് മാറ്റി. റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ്റെ ഹെൽത്ത് ഓക്കെ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. 5 ദിവസം കഴിയുമ്പോൾ ന്യൂറോയുടെ ഡിസ്ചാർജ് നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ 25-ാം തീയതി ന്യൂറോ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ ബില്ലടയ്ക്കാൻ വേണ്ടി താഴത്ത് നിൽക്കുമ്പോൾ മോൻ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മ അവർ ഓപ്പറേഷന് വേണ്ടി എന്നെ ക്ലീൻ ചെയ്യുന്നു. ഞാൻ ചോദിച്ചു, അതെന്താ ഇപ്പോൾ? എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം ഡിസ്ചാർജ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞ് വരാനാണ് എന്നോട് പറഞ്ഞിരുന്നത്. അവർ പെട്ടെന്ന് തന്നെ ഓപ്പറേഷന് വേണ്ടി തിരക്കുന്നു. അപ്പം ഞാൻ താഴെ നിന്ന് ഡോക്ടറോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തു, അവൻ്റെ HB എല്ലാം നോർമലാണ്, അവൻ്റെ ഹെൽത്ത് കണ്ടീഷൻസും ഓക്കെയാണ്, നമുക്ക് ഓപ്പറേഷൻ നാളെ തന്നെ ചെയ്യാം. അങ്ങനെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങളുടെ അളവുകൾ എണ്ണങ്ങളൊന്നും പറയാൻ പറ്റാത്ത അത്രയുമായിരുന്നു. അമ്മ എൻ്റെ കൂടെയും എൻ്റെ മകൻ്റെ കൂടെയും തന്നെയായിരുന്നു. എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ നിമിഷങ്ങളിലൊന്നും അമ്മ എപ്പോഴും എൻ്റെ കൂടെ തന്നെയായിരുന്നു. എന്തോരം ആൾക്കാരാണ് അമ്മ എൻ്റെ അടുക്കിലേക്ക് അയച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞു. അവൻ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി. കുഴപ്പങ്ങളൊന്നുമില്ല. ഞങ്ങൾ ചിന്തിച്ചില്ല, ഞങ്ങൾ ഇത്രയും ഈ കാരിത്താസിൽ നിന്ന് ചേർത്തല വരെ ഈ മോനെ കൊണ്ട് എങ്ങനെ വരുമെന്ന്. പക്ഷേ മാതാവ് ചിന്തിച്ചു. മാതാവ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അവിടെയുള്ള അടുത്തുള്ള ഒരു ആൻറ്റിയുടെ ഒരു അമ്മയുടെ വീട് ഞങ്ങൾക്കായി അറേഞ്ച് ചെയ്തു. അവർ ഓസ്ട്രേലിയയിലാണ്, നാട്ടിൽ അവരില്ല. അവരുടെ വീട് താക്കോല് കൊണ്ട് തന്നേച്ച് പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ നിന്നാൽ മതി, 1 മാസം കഴിഞ്ഞ് നിങ്ങൾ നാട്ടിലേക്ക് പോയാൽ മതി, മകൻ്റെ ചെക്കപ്പ് എല്ലാം കഴിയട്ടെ എന്ന്. അമ്മ ഇതുപോലെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു.
3 മാസം കൊണ്ട് അവൻ്റെ എല്ലാ അസുഖങ്ങളും മാറി. അവൻ എല്ലാ കാര്യത്തിലും നന്നായി. അവൻ്റെ ചെവിക്കൊരു ചെറിയ കുഴപ്പം, കേൾവിക്കൊരു ചെറിയ പ്രശ്നം, ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ചിരിച്ചുകൊണ്ട് ഞങ്ങളോട് ചോദിച്ചു, നീ നടക്കുന്നില്ലേടാ, പിന്നെയാണോ ഈ ചെവിയുടെ പ്രശ്നം? അതൊരു നിസ്സാരമാണ്, നീ നടക്കുമെന്ന് ഈ റിപ്പോർട്ട് കണ്ടാൽ പറയില്ല എന്നാണ് പറഞ്ഞത്. അത്രയും അത്ഭുതമാണ് അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നത്. എനിക്ക് എൻ്റെ അമ്മയില്ല എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എൻ്റെ കൂടെപ്പിറപ്പ് എൻ്റെ കൂടെ ഇല്ല എന്നുള്ള തോന്നൽ എനിക്ക് വരുത്താതിരിക്കാൻ എൻ്റെ നാത്തൂമാർ, എൻ്റെ ഇടവും വലവും മാതാവ് എനിക്ക് നിർത്തി തന്നു. ആ ചേച്ചിയുടെ ആ തൈലം തൈലം കൊണ്ടുവന്നതും ആ കാശുരൂപം മോൻ്റെ കയ്യിൽ കൊടുക്കാൻ സാധിച്ചതും കൊണ്ട് മാത്രമാണ് ഇന്ന് എൻ്റെ മോൻ ഇതിലേക്ക് വന്നതും ഞങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതും. അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ ഓസ്ട്രേലിയയിലേക്ക് വെളിയിൽ പോയി പഠിക്കണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അതിന് സാധിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പേപ്പർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. അത് കഴിഞ്ഞ് മോൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി വെളിയിലേക്ക് നോക്കണ്ട, നമുക്ക് SSCക്ക് പഠിക്കാം. SSC ആകുമ്പോഴത്തേന് നാട്ടിൽ തന്നെ എവിടെയെങ്കിലും വർക്ക് ചെയ്യാമല്ലോ എന്ന്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവൻ വെറുതെ ഒരു രസത്തിന് ഓസ്ട്രേലിയയിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനിടയിൽ ഞാൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ എനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന അലർജി, അതായത് ഞാൻ 1 മാസം 2 പ്രാവശ്യം ആൻറ്റിബയോട്ടിക് എടുക്കണം, അതുപോലെ തന്നെ സിട്രിസിന് എല്ലാ ദിവസവും കഴിക്കും, ചില ദിവസങ്ങളിൽ 3 എണ്ണം കഴിക്കും. ആ അലർജി, അതായത് ഞാൻ സാക്ഷ്യം കേട്ടു, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് ശേഷം അടുക്കളയിൽ ചെല്ലുമ്പോൾ ഞാൻ അടുക്കളയിൽ സാക്ഷ്യം കേൾക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ആ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു എനിക്ക് ഗുളിക നിർത്തണമെന്ന്. പക്ഷേ ഞാൻ നിർത്തിയില്ല. എനിക്ക് പേടിയായിരുന്നു. എനിക്ക് അതുപോലത്തെ ശരീരം വേദനയാണ് ആദ്യം വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് തുമ്മൽ വരുന്നത്. പക്ഷേ ഞാൻ എപ്പോഴാണ് ആ ഗുളിക നിർത്തിയതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഓർത്തിരുന്നെങ്കിൽ കഴിക്കുമായിരുന്നു. കാരണം അതുപോലത്തെ ശരീരം വേദന വരുന്നതുകൊണ്ട് ഞാൻ ആ ഗുളിക നിർത്താറില്ല. പക്ഷേ ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഞാൻ കുറേ നാളുകളായി ഈ ഗുളിക കഴിക്കുന്നില്ല എന്നുള്ളത്. അത് മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മോൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അവൻ ഉടമ്പടി എടുത്തപ്പോൾ അവൻ വിസയുടെ കാര്യങ്ങളും അവൻ്റെ അസുഖ കാര്യങ്ങളും പറഞ്ഞു. അവൻ അതിനെക്കുറിച്ച് മോൾക്ക് സംസാരിക്കുന്നതിന് അവൾ ഒത്തിരി താമസിച്ചാണ് സംസാരിക്കാൻ തുടങ്ങിയത്. സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് പുസ്തകം വായിക്കാൻ പറ്റുന്നില്ല. അക്ഷരങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കും, പക്ഷേ കൃത്യമായി വായിക്കും. കൂട്ടി വായിക്കുമ്പോൾ വേറെ വാക്കുകളാണ് അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിലും ഒത്തിരി വ്യത്യാസം വന്നു. അവൾ എൻ്റെ കൂടെ പത്രം കൊടുക്കാനെല്ലാം വരുമായിരുന്നു. ഞങ്ങളുടെ മുമ്പിൽ എന്ത് സങ്കടങ്ങൾ പറഞ്ഞു വരുന്നവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ എൻ്റെ മാതാവിൻ്റെ കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയും അവർക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തുടങ്ങി. ദൈവവിശ്വാസം ഇല്ലായിരുന്നു എന്നല്ല, ഉണ്ടായിരുന്നു. പക്ഷേ അത് 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഞങ്ങളിപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ കുടുംബമായിട്ട് തന്നെ പോയി കുമ്പസാരിക്കുകയും കഴിയുന്നത്ര കുർബാനകളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ജൂൺ ഇൻടേക്കിനാണ് ഞാൻ ആദ്യമായിട്ട് വിസയ്ക്ക് വെച്ചത്. ആ സമയത്ത് ഞാൻ പഠിച്ച കോഴ്സും അത് കഴിഞ്ഞ ശേഷം ഞാൻ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നതിന് ഓസ്ട്രേലിയക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ഏജൻസികളെല്ലാവരും എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അഡ്മിഷൻ വെക്കാൻ പറഞ്ഞിട്ട്. അത്രയും സ്ട്രോങ് പ്രൊഫൈലായിരുന്നു. അതിനുശേഷം ഈ ജൂണിന് മുമ്പായിട്ട് ആക്സിഡൻറ്റ് നടന്നുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഒത്തിരി ഗ്യാപ്പ് വന്നു. അപ്പോഴേക്കും എൻ്റെ പ്രൊഫൈൽ ഒത്തിരി വീക്കായി. ഇത്രയും ഗ്യാപ്പ് വന്നുകൊണ്ടും പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് കോഴ്സ് മാറാൻ ശ്രമിച്ചായിരുന്നു. അപ്പം മെഡിക്കൽ ഫീൽഡിലൊക്കെ മാറാൻ നോക്കിയായിരുന്നു. അതുകൊണ്ടും കൂടി എൻ്റെ പ്രൊഫൈൽ ഭയങ്കര വീക്കായിരുന്നു. ഞാൻ ഈ പ്രൊഫൈൽ ഇത്രയും വീക്കായതുകൊണ്ട് തന്നെ എല്ലാ ഏജൻസികളും അവോയ്ഡ് ചെയ്യുന്ന പോലെ ആയിരുന്നു. ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ആക്സിഡൻറ്റിന് ശേഷം ഇനി പുറത്തു പോകാനും പറ്റത്തില്ല എന്നൊരു മൈൻഡ് ആയതുകൊണ്ട് ഞാൻ ഇനി വിസയ്ക്ക് വെക്കുന്നില്ല, പോകുന്നില്ല എന്നൊരു മൈൻഡിലായിരുന്നു. അതിനുശേഷം നാട്ടിൽ നിന്ന് SSC എടുക്കാം എന്നൊരു തോന്നലായിരുന്നു. ഞാൻ ആക്സിഡൻ്റായിട്ട് കിടക്കണ സമയത്ത് നട്ടലിന് പരിക്കാതുകൊണ്ട് തന്നെ കിടപ്പായിരുന്നു. ആ സമയത്താണ് ഞാൻ ഓൺലൈൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലായിരുന്നു. അപ്പം ഞാനൊരു ചാലഞ്ചായിട്ടാണ് എടുത്തത്. അമ്മയെയും കൂടി ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്തത്. അപ്പം ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു.
അതിനോടൊപ്പം തന്നെ ചാലഞ്ചായിട്ട് എനിക്ക് ഈ ജൂൺ ഇൻടേക്കിന് അല്ലെങ്കിൽ ഫെബ്രുവരി ഇൻടേക്കിന് എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണമെന്ന് ഞാൻ വെച്ചു. ജൂൺ കഴിഞ്ഞുള്ള അടുത്ത ഇൻടേക്കാണ് ഫെബ്രുവരി ഇൻടേക്ക്. ഞാൻ ആപ്ലിക്കേഷൻ വെച്ചു. വെറുതെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറേ സമയമുള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ ഡോക്യുമെൻറ്റേഷൻ ഞാൻ തന്നെ ചെയ്തു. ആപ്ലിക്കേഷൻ വെച്ചു. ഒരു ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ വെച്ചു. അതിനുശേഷം ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. കാര്യം പ്രൊഫൈൽ ഇത്രയും വീക്കായതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായത്. ഇപ്പം ചുരുക്കി പറയാനാണെങ്കിൽ ഒരു COE വാല്യുവേഷൻ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓസ്ട്രേലിയക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ആപ്ലിക്കേഷൻ വെക്കാനായിട്ട്. ആ ഡോക്യുമെൻറ്റേഷൻ എല്ലാം ഓരോ ഫേസിലും ലാസ്റ്റ് നിമിഷമാണ് ഈ പറഞ്ഞ പോലെ ആക്സെപ്റ്റായി വിടുന്നത്. അതായത് എല്ലാത്തിനും ഡെഡ് ലൈൻ കാണുമല്ലോ, ആ സമയത്താണ് എല്ലാം ഡെഡ് ലൈനിലാണ് ക്ലോസായി വിടുന്നത്. അതിനു മുമ്പ് ഞാൻ ജോസഫച്ചനെ ഒന്ന് കണ്ടു. അന്ന് ഒരു വില്ലേജിൽ നിന്നൊരു ഡോക്യുമെൻറ്റേഷൻ കിട്ടണമായിരുന്നു. അവർ പറഞ്ഞു അത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച തൊട്ട് ഒരു മാസം വരെ എടുക്കുമെന്ന് പറഞ്ഞു. അത് കിട്ടാനായിട്ട് ഒരാഴ്ച എന്തായാലും എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കഴിഞ്ഞ മാസം നവംബർ 13 ആ ഡോക്യുമെൻ്റ് വെച്ചാലേ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനു മുമ്പ് എന്തായാലും കിട്ടത്തില്ലെന്ന് വില്ലേജിൽ നിന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെ വന്ന് കണ്ടു, പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വില്ലേജിൽ പോയി. ഒരാഴ്ച എന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റ് ഇവിടെ വന്ന അന്ന് കിട്ടി. ആ ഒരൊറ്റ ഡോക്യുമെൻ്റ് ആ സമയത്ത് വെക്കാൻ പറ്റിയതുകൊണ്ടാണ് ഇപ്പം വിസ വന്നത്. എനിക്ക് വിസ വന്നു. ഞാൻ ഈ 13 തീയതി ഓസ്ട്രേലിയക്ക് പോകാൻ നിൽക്കുവാണ്. ഞാൻ വിസ മെഡിക്കലിന് വെച്ച സമയത്ത് ഡിസ്ചാർജ് സമ്മറി ഡോക്ടറെ കാണിച്ചു. അത് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രീവിയസ് റെക്കോർഡ്സൊക്കെ ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ ഡിസ്ചാർജ് സമ്മറി വായിച്ച് നോക്കിയിട്ട് എന്നോട് ചോദിച്ചത് നിനക്ക് നടക്കാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പം തിരുവനന്തപുരത്താണ് കിംസിലാണ് വിസ മെഡിക്കൽ നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരം വരെ കാറിലാണ് വന്നത്, ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് കാറിനാണ് വന്നതെന്ന് പറഞ്ഞു. ഡോക്ടറിന് അങ്ങോട്ട് എന്നിട്ടും വിശ്വാസമാവുന്നില്ല. കാരണം ഡിസ്ചാർജ് സമ്മറിയിൽ ഡീപ്പായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയൊക്കെയാണ് ബ്ലീഡിങ് വന്നതെന്നൊക്കെ. എന്നിട്ടും ഡോക്ടറെ ഞാൻ ഫിസിക്കലി എല്ലാം കുനിഞ്ഞും നിന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഡോക്ടറിനും ഒരു വിശ്വാസമായത് എല്ലാം ഓക്കെ ആയെന്ന്. ഇപ്പം ഓസ്ട്രേലിയക്കുള്ള വിസ കിട്ടി. ഞാൻ ഈ വരുന്ന 13 തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തു. 14 തീയതി രാവിലെ ഫ്ലൈറ്റിന് ഓസ്ട്രേലിയക്ക് പോകാൻ നിൽക്കുവാണ്. അതെ, ചലഞ്ചിൽ ഞാൻ തോറ്റുപോയി. പിന്നെ ഫിസിക്കലി ഞാൻ ഇത്രയും റിക്കവറാന്ന് ഞാൻ പ്രതീക്ഷയില്ല. ഞാൻ ജീവിതം തീർന്നു എന്ന് തന്നെ ഇരിക്കുമായിരുന്നു. കാര്യം 3 മാസത്തോളം ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു. അപ്പം എല്ലാം തീർന്നു എന്ന് തന്നെ വെച്ചിരിക്കുമായിരുന്നു. ഇതൊരു സെക്കൻഡ് ബർത്ത്ഡേയാണ് ഞാൻ കാണുന്നത്. അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. എനിക്ക് സംസാരിക്കാൻ ഞാൻ ലേറ്റായെങ്കിലും പല വാക്കുകളും ഞാൻ സംസാരിച്ചാലൊന്നും ആർക്കും മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് അമ്മ ഉടമ്പടി എടുത്തപ്പം അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു കേൾക്കും, മാതാവ് അത്രയും ശക്തിയുള്ളതാണെന്ന് പറഞ്ഞു. ഞാനങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പം കൃപാസനത്തിലെ കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും തൈലവും എല്ലാം ഞാൻ നാക്കിപ്പെരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞ് കൃപാസനം പത്രം വായിച്ച് നോക്ക് നീ, അപ്പം നിനക്ക് മാറ്റം വരുമെന്ന്. അങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ ഭയങ്കരമായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്, പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടെന്നെല്ലാം. ഇതിനെല്ലാം സാധിച്ചത് അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ മാതാവിൽ ഞാൻ 1000 വിശ്വസിക്കുന്നു. 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 91 7 തിരുവചനം അരുളി ചെയ്യുന്നു, നിൻ്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിൻ്റെ വലത്തുവശത്ത് 10,000 എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. തൻ്റെ മകന് വന്ന ആക്സിഡൻറ്റ്, അതുമൂലം എത്രമാത്രമാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത്. എന്നാൽ അതൊക്കെ എങ്ങനെ തങ്ങൾക്കത് വീണ്ടും ആ മകൻ പറഞ്ഞതുപോലെ അതൊരു പുനർജന്മമായിട്ട് തനിക്ക് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ, അതായത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അതെങ്ങനെയാണ് തങ്ങൾക്ക് ഓരോന്ന് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞത്, അതും എത്ര പെട്ടെന്ന്. ഡോക്ടേഴ്സ് പറഞ്ഞ ഓരോ കാര്യവും ഇപ്പോഴതൊന്നും നടക്കില്ല എന്ന് ഓരോന്ന് പറയുമ്പോഴും അതിനൊക്കെ പിന്നീട് പെട്ടെന്നാണ് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മാറ്റം വരുന്നത്. അങ്ങനെ തനിക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ടോ എന്നാണ് മെഡിക്കലിന് ചെല്ലുമ്പോൾ തൻ്റെ വിസ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ ചോദിച്ചതെന്നാണ് ആ മകൻ തന്നെ നമ്മോട് പറഞ്ഞത്. തനിക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു.
എന്നാൽ ആ മകനും ഇന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് അമ്മയുടെ തിരുനടയിൽ വന്ന് അമ്മ ചെയ്ത വലിയ കാര്യങ്ങൾക്ക് ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. അതുപോലെ മകൾക്ക് കൃപാസന പത്രം വായിച്ച് തന്നെ തനിക്ക് തൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു, തനിക്ക് സ്ഫുടമായിട്ട് സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നു. ഇതൊക്കെ നാം കേൾക്കുമ്പോൾ ഇതൊന്നും അത്ഭുതങ്ങളോ അടയാളങ്ങളുടെയോ ഒരു പ്രവാഹമല്ല ഇവിടെ നടക്കുക. വ്യക്തികൾ മാറുകയാണ്. തൈക്കലിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഇതിനു മുൻപ് വരെയും തനിക്ക് സന്നദ്ധയാകാത്ത താൻ പിന്നീട് അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലല്ലോ എന്ന് ഉടമ്പടി എടുക്കാൻ എന്ന് ചിന്തിക്കുന്ന എത്രയോ കുടുംബങ്ങളാണ് പിന്നീട് അമ്മ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അതായത് ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വന്ന തകർച്ചകൾ, ആ തകർച്ചകൾ തകർന്നു പോകാനുള്ളതല്ല, അത് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ളതാണെന്നുള്ളതാണ് ഉടമ്പടി ജീവിതം നമുക്ക് മനസ്സിലാക്കി തരിക. ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവം ഇവർക്ക് നൽകിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.